നമസ്തേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എല്ലാവർക്കും നമസ്കാരം. സർവാഭീഷ്ടവരദായിനിയും ഐശ്വര്യദായിനിയുമായ ആറ്റുകാലമ്മയുടെ മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ശാക്തേയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ അമ്മയാണ് ഭദ്രകാളി സ്വരൂപമായി ആറ്റുകാലമ്മയായി പരിരസിച്ച് അനന്തപുരിയിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആദിസ്വരൂപമായ പ്രണവ മന്ത്രങ്ങളിൽ നിന്നാണ് ആദിപരാശക്തിയായ അമ്മയുടെ ഉത്ഭവം. അനന്തപുരിയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തുമുള്ള ജനങ്ങളെ സർവാഭീഷ്ടവരദായിനിയായ അമ്മ സദാ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹവും അതുപോലെ തന്നെ ആ അമ്മയുടെ വരദായനവും ലഭിക്കുന്ന പുണ്യ ദിനങ്ങളാണ് ആറ്റുകാൽ പൊങ്കാല ദിവസങ്ങളായി നമ്മൾ ആഘോഷിക്കുന്നത്. കുംഭമാസത്തിലെ പൗർണമിയും പൂരം നാളും ഒത്തുചേർന്ന് വരുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാലയായിട്ട് ആഘോഷിക്കുന്നത്. ലോകപ്രശസ്തമായ ഈ ഉത്സവം 10 നാൾ ആണ് നീണ്ടു നിൽക്കുന്നത്. ഇതിലെ 9ാമത്തെ ദിവസമാണ് പൊങ്കാല സമർപ്പണം നടത്തുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആറ്റുകാലമ്മയുടെ മഹോത്സവ ദിവസത്തിലെ ജനലക്ഷങ്ങളാണ് പൊങ്കാല സമർപ്പിക്കുന്നതിനായി പ്രത്യേകിച്ചും എല്ലാ സ്ത്രീകളും ലോകത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തി അമ്മയുടെ അനുഗ്രഹത്തിനായി പൊങ്കാല സമർപ്പിക്കുന്നത്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം മാർച്ച് 3 ചൊവ്വാഴ്ചയാണ്. അന്നേ ദിവസം എല്ലാവരും തന്നെ ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലെത്തി വളരെ ഭക്തിയോടുകൂടി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹം നേടാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാവരും തന്നെ വ്രതശുദ്ധിയോടുകൂടി ആറ്റുകാലെത്തി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്താവുന്നതാണ്. പൊങ്കാല സമർപ്പണത്തിന് പ്രധാനമായും നമ്മൾ ശർക്കര പായസമാണ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മണ്ടപ്പുറ്റ്, തിരളിയപ്പം, കുമ്പിളപ്പം, മോദകം എന്നിവയൊക്കെ നമ്മൾ ദേവിക്ക് സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും പുതിയ ഒരു മൺകലത്തിൽ വേണം ആ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ അന്നേ ദിവസം നമുക്ക് കഴിയുമെങ്കിൽ പുതിയ വസ്ത്രം ധരിച്ച്, സ്നാനത്തിന് ശേഷം പുതിയ വസ്ത്രം ധരിക്കുക, പുതിയ മൺകലം ഉപയോഗിക്കുക. അതിലായിരിക്കണം ദേവിക്ക് നിവേദ്യം സമർപ്പിക്കേണ്ടത്. അതിൽ നിന്നും പൊങ്ങി ഉയരുന്ന നമ്മളുടെ നിവേദ്യം പൊങ്ങി ഉയരുമല്ലോ. അപ്പോൾ പൊങ്കാല എന്ന് പറഞ്ഞാൽ തന്നെ തിളച്ചു മറിയുക എന്നതാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളതായ എല്ലാ ദുഃഖങ്ങളും ദേവിയുടെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പം നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം തിളച്ചു മറിഞ്ഞ് അത് പുറത്തേക്ക് തൂകി വരുന്നതായിട്ട് കാണാം. അതെല്ലാം നമുക്ക് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ്. സർവ്വദുഃഖ നിവാരിണിയാണ് അമ്മ. നമ്മുടെ ആഗ്രഹ സാഫല്യം, അതുപോലെ തന്നെ ദുഃഖ നിവാരണം, പഞ്ചപാതകങ്ങളിൽ നിന്നും നമുക്ക് മോചനം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ, ഐശ്വര്യം ഇവയെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഭക്തിയോടുകൂടി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തുന്നത്. അപ്പോൾ കാപ്പുകെട്ട് കഴിഞ്ഞാൽ, ദേവിയുടെ ആ കാപ്പുകെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തും എല്ലാം നമ്മൾ അടുപ്പുകൾ കൂട്ടി ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണം ആരംഭിക്കുന്നതാണ്. 9ാം ദിവസമാണ് പൊങ്കാല സമർപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ. ഈ പൊങ്കാല സമർപ്പണം എന്ന് പറയുന്നത്, ആ പൊങ്കാല കലം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ സംഗമ സ്ഥാനമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്? ഭൂമി, അഗ്നി, ആകാശം, വായു, ജലം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ. അതിൽ നമ്മൾ സമർപ്പിക്കുന്ന
ഈ മൺകലവും അതുപോലെ തന്നെ അതിലെ അരിയും നമുക്ക് ഭൂമി സമാനമായിട്ട് കണക്കാക്കാം. അങ്ങനെ ആ ഭൂമിയുടെ സാന്നിധ്യത്തിൽ നമ്മളെ അഗ്നി പകരുന്നു. അപ്പോൾ അഗ്നിയുടെ സാന്നിധ്യമായി. അതുപോലെ തന്നെ ആകാശം, നിർമ്മലമായ ആകാശം മുകളിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളുടെ, അതായത് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ജലത്തിൻ്റെയും വായുവിൻ്റെയും എല്ലാം കൂട്ടായ്മയോടുകൂടി അല്ലെങ്കിൽ സഹവർത്തിത്വത്തോടു കൂടിയാണ് നമ്മൾ ഈ ദേവിക്ക് പൊങ്കാല സമർപ്പണം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ ആ വ്രതചര്യയും അതുപോലെ തന്നെ പുണ്യവും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ഭക്തിയോടും കൂടി ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ പൊങ്കാല സമർപ്പണം നടത്തേണ്ടത്. ക്ഷേത്ര പരിസരത്തിൽ നിന്നും ഒരുപാട് 10 കിലോമീറ്റർ ദൂരം വരെയൊക്കെ പൊങ്കാല സമർപ്പണം നടത്താറുണ്ട്. അപ്പോൾ ക്ഷേത്ര പൂജാരിയിൽ നിന്നും അവിടുത്തെ പണ്ടാര അടുപ്പിൽ നിന്നും ഉള്ള അഗ്നി പകർന്നാണ് പൊങ്കാല സമർപ്പണം ആരംഭിക്കുന്നത്. ഈ പണ്ടാര അടുപ്പ് എന്ന് പറയുന്നത് രാജാവിൻ്റെ പ്രതീകമാണ്. അങ്ങനെ പകർന്നു കിട്ടുന്ന ആ അഗ്നി നമ്മളുടെ വിറക് കത്തിച്ചാണ് നമ്മൾ പൊങ്കാല സമർപ്പണം നടത്തേണ്ടത്. ഈ സമയം അത്രയും നമുക്ക് ദേവീ ഭജനയോടുകൂടി അല്ലെങ്കിൽ ദേവീ കീർത്തനങ്ങൾ, അപ്പം നമുക്ക് അവിടെ അമ്മേ നാരായണ ദേവി നാരായണ എന്നുള്ള ആ കീർത്തനം ചൊല്ലാം. അല്ലെങ്കിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്നുള്ള കീർത്തനം ചൊല്ലാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ലളിതാ സഹസ്രനാമം, അതിലെ ധ്യാന ശ്ലോകങ്ങൾ നമുക്ക് ചെല്ലാവുന്നതാണ്. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനം, അതുപോലെയുള്ള അമ്മയുടെ നാമങ്ങൾ എല്ലാം ജപിച്ച് ഒന്നും അറിയാത്തവര് അമ്മേ നാരായണ ദേവി നാരായണ, അത് തന്നെ വളരെ ശക്തമായ മന്ത്രമാണ്. ഈ നാമങ്ങൾ ചൊല്ലി വേണം നമ്മളുടെ പൊങ്കാല അടുപ്പ് തെളിയിക്കാൻ. അത് തെളിയിച്ചു കഴിഞ്ഞ് അതിൽ പ്രധാനമായും നമ്മൾ അരി, ശർക്കര, തേങ്ങ എന്നിവ കൊണ്ടാണ് അമ്മയ്ക്ക് ആ പായസ നിവേദ്യം സമർപ്പിക്കുന്നത്. ഈ സമയത്ത് ഈ മന്ത്രങ്ങൾ ജപിച്ച് ആ പൊങ്കാല തിളച്ച് മറിഞ്ഞ് ഒഴുകുന്നതാണ്. അങ്ങനെ ഒഴുകിക്കഴിഞ്ഞാലാണ് പൊങ്കാല സമർപ്പണം അമ്മയ്ക്ക് നിവേദിക്കുന്നത്. അപ്പം ഇത്രയും സമയം നമ്മൾ പൊങ്കാല സമർപ്പണം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിയുമെങ്കിൽ നമ്മൾ അത്രയും സമയം ജലപാനം പോലും ഇല്ലാതെ ഉപവാസം എടുത്ത് ഈ പൊങ്കാല സമർപ്പിച്ച് ദേവിക്ക് ആ നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ അന്നേ ദിവസം ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുള്ളവരെ എന്തെങ്കിലും തീർത്ഥവും ജലവും മാത്രം ഭക്ഷിച്ച് ഈ പൊങ്കാല സമർപ്പണം നടത്താവുന്നതാണ്. ഇനി നമുക്ക് പൊങ്കാല സമർപ്പണവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും ശുദ്ധികർമ്മങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായും നമ്മൾ 4 ശുദ്ധികളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ 1 വ്രതശുദ്ധി, 2 ശരീരശുദ്ധി, 3 മനഃശുദ്ധി, 4 കർമ്മശുദ്ധി. ഈ 4 ശുദ്ധികളും നമ്മൾ പ്രത്യേകം ശ്രദ്ധയോടെ നിഷ്ഠയോടെ പാലിക്കേണ്ടതാണ്. അതിൽ ആദ്യത്തേതാണ് വ്രതശുദ്ധി. അപ്പം നമ്മൾ വ്രതം എടുത്തു വേണം പൊങ്കാല സമർപ്പണം നടത്തേണ്ടത്. അത് നമുക്ക് 3, 7, 5, 9 അത്രയും ദിവസങ്ങൾ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 41 ദിവസം നമുക്ക് വ്രതം ആചരിക്കാം. നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുന്നത് പോലെയുള്ള ആ വ്രതനിഷ്ഠയോടുകൂടി നമുക്ക് 41 ദിവസത്തെ വ്രതം ആചരിക്കാം. ഇനി കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് ദേവിയുടെ കാപ്പുകെട്ട് ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ആ 9 ദിവസങ്ങളും നമുക്ക് വ്രതം അല്ലെങ്കിൽ വ്രതശുദ്ധിയോടുകൂടി നമുക്ക് നിഷ്ഠ പാലിക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയങ്ങൾ അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മത്സ്യ മാംസാദികൾ ഒക്കെ, അതുപോലെ മദ്യം, പുകയില, ലഹരി വസ്തുക്കൾ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. സസ്യാഹാരം മാത്രം ഭക്ഷിക്കുക. അതുമാതിരി നമ്മൾ എല്ലാ ദിവസവും കുളിച്ചതിന് ശേഷം ശുദ്ധിയായി പാകം ചെയ്ത ഭക്ഷണം കഴിക്കുക, ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുക തുടങ്ങിയവയൊക്കെ വ്രതശുദ്ധിയുടെ ഭാഗങ്ങളാണ്. നമ്മൾ എത്രത്തോളം വ്രതശുദ്ധിയോടുകൂടി നമ്മൾ അനുഷ്ഠാനങ്ങൾ നടത്തുന്നുവോ അത്രയധികം പുണ്യഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായി വരുന്നത് ശരീരശുദ്ധിയാണ്. ശരീരശുദ്ധി എന്ന് പറയുന്നത് നമുക്കറിയാം, സൂര്യോദയത്തിൽ തന്നെ നമ്മൾ ആ വ്രത ദിവസങ്ങൾ സ്നാനം ചെയ്ത് ദേവീ സങ്കല്പത്തോടുകൂടി ക്ഷേത്ര ദർശനം നമുക്ക് നടത്താം. ദേവിയുടെ നാമങ്ങൾ നമുക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ആർത്തവശുദ്ധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് നമ്മൾ ആർത്തവശുദ്ധി ഇല്ലാതെ പൊങ്കാല സമർപ്പണം നടത്താൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പുല, വാലായ്മ എന്നിവയുള്ള സമയത്തും
ദേവിക്ക് പൊങ്കാല സമർപ്പണം നടത്തരുത്. അതെല്ലാം കഴിഞ്ഞ് 16 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശുദ്ധിയായി എങ്കിൽ നമുക്ക് ഒരു വർഷം മുഴുവനൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 16 ദിവസം കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ശുദ്ധിയായി നമുക്ക് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനഃശുദ്ധി. മനസ്സ് പവിത്രമായി ഇരിക്കണം. അതായത് നമ്മൾ പൊങ്കാല സമർപ്പണത്തിന് ഒരുങ്ങുമ്പോൾ നമ്മൾ ഒരു ദേവീ സങ്കല്പം എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ദേവീ സങ്കല്പം എടുക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ആ ദേവിയെ ഭജിച്ച് ആ ദേവിയുടെ ഭജനകളെല്ലാം ആലപിച്ച് നാമങ്ങൾ ജപിച്ച് പവിത്രമായ സങ്കല്പത്തോടുകൂടി വ്രതചര്യ നമ്മൾ പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മനസ്സിൽ നമ്മൾ ദുഷ്ടവിചാരങ്ങൾ, അതായത് ദേഷ്യം, കോപം, അസൂയ, പരദൂഷണം തുടങ്ങിയ ചിന്തകളെല്ലാം ഒഴിവാക്കി സച്ചിന്തകളോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടതാണ്. അത്ര പവിത്രമായിരിക്കണം നമ്മളുടെ ഓരോ ശുദ്ധി വ്രതങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. അടുത്ത് വരുന്നതാണ് കർമ്മശുദ്ധി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ പവിത്രമായിരിക്കുക, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ വ്രതം അനുഷ്ഠിക്കുന്ന സമയങ്ങൾ അത്രയും നമുക്ക് ദാനധർമ്മങ്ങൾ നടത്താം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അത് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ആഹാരം, വസ്ത്രം തുടങ്ങിയ ദാനധർമ്മങ്ങളോടുകൂടി നമ്മളെ നല്ല കർമ്മശുദ്ധി വരുത്തി വേണം നമ്മളെ ഈ വ്രതം ആചരിക്കേണ്ടത്. പ്രധാനമായിട്ടും പറഞ്ഞത് മനഃശുദ്ധിയാണെന്ന് പറഞ്ഞല്ലോ. ആത്മസമർപ്പണമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ മനസ്സിനെ എത്രത്തോളം പവിത്രമാക്കാൻ പറ്റുമോ അത്രത്തോളം പവിത്രമാക്കി ആ മനസ്സിൽ ദേവിയെ സങ്കല്പിച്ച് കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് പ്രധാനമായ നമ്മൾ ചെയ്യേണ്ട വ്രതശുദ്ധികൾ. അന്നപൂർണേശ്വരി ഭാവമുള്ള ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല പൊങ്ങി ഉയരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം, അതാണ് നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ടത്. ആ ഇഷ്ട വഴിപാട് ദേവി സ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെയൊക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അമ്മ നമുക്ക് കനിഞ്ഞ് അരുളുന്നതാണ്. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുന്ന അമ്മയാണ് ആറ്റുകാലമ്മ. ഒട്ടും തന്നെ സംശയം വേണ്ട, നമ്മൾ മനസ്സുരുകി വിളിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും. കരളുരുകിയൊന്നോ വിളിച്ചെങ്കിൽ അംബിക കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളമാരെയും എന്ന ശാസ്ത്രപ്രകാരം നമ്മൾ മനസ്സുരുകി അമ്മയെ പ്രാർത്ഥിച്ചാൽ അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതിന് ഏറ്റവും പുണ്യമായ ദിവസമാണ് ഈ പൊങ്കാല സമർപ്പണ ദിവസം. അപ്പോൾ ഈ ശർക്കര പായസം നമ്മൾ സമർപ്പിക്കാം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ദേവിക്ക് മറ്റൊരു ഇഷ്ട വഴിപാടായി നടത്തുന്നതാണ് മണ്ടപ്പുറ്റ് എന്ന് പറയുന്നത്. മാറാരോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദുരിതങ്ങളിൽ നിന്നും ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടിയുമാണ് ഈ മണ്ടപ്പുറ്റ് സമർപ്പണം അന്ന് നമ്മൾ സമർപ്പിക്കുന്നത്. അതായത് ഏതെങ്കിലും രോഗിയായ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ശിരസിൻ്റെ ആകൃതിയിലാണ് ഈ മണ്ടപ്പുറ്റ് നമ്മൾ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്നത്. അതിൽ നിവേദ്യം സമർപ്പിക്കുന്നത് അരി, പയറ്, ശർക്കര എന്നിവ ചേർത്ത് കുഴച്ചാണ് നമ്മൾ ഈ മണ്ടപ്പുറ്റ് സമർപ്പിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ദേവിക്ക് പിന്നെ മറ്റ്, അതായത് പാലട, പ്രഥമൻ, ഇലയട അങ്ങനെ തുടങ്ങിയ കുമ്പിളപ്പം തുടങ്ങിയ മറ്റു നിവേദ്യങ്ങളും എല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കാറുണ്ട്. അമ്മയെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് സമർപ്പിച്ചു എന്നുള്ളതല്ല, എങ്ങനെ സമർപ്പിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. അപ്പോൾ ആ ഭക്തിയോടുകൂടി അമ്മയെ മനസ്സുരുകി വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥനയാണ് അമ്മ കേൾക്കുന്നത്. ആ നിവേദ്യത്തിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സാണ് നമ്മൾ ദേവിയിൽ സമർപ്പിക്കേണ്ടത്. പൊങ്കാല സമർപ്പണം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികളെ തീർത്ഥം തെളിക്കുന്നതോടുകൂടിയാണ് ആ പൊങ്കാല സമർപ്പണം സമാപിക്കുന്നത്. അതോടുകൂടി ആ പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കുന്നു. പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വെക്കുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെയാണല്ലോ പൂജിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ അടുപ്പിന് സമീപത്തായി ഒരു തൂശൻ ഇലയിൽ നമുക്കതിൽ വെറ്റില, അടയ്ക്ക, അവില്, മലര്, അതുപോലെ ചന്ദനത്തിരി ഇതൊക്കെ ഗണപതി ഭഗവാന് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കിണ്ടിയിൽ വളരെ ശുദ്ധമായ ജലം എന്നിവയെല്ലാം വെച്ച്
ആ ഗണപതി ഭഗവാനെ കൂടി ഇതോടൊപ്പം നമ്മൾ സ്മരിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. നിലവിളക്ക് അതുപോലെ ഒരു നാഴിയിൽ നിറച്ചെപ്പ് വെക്കുക എന്ന് പറയും. അപ്പം നിലവിളക്കും കിണ്ടിയും ഒരു നാഴി അല്ലെങ്കിൽ ഒരു നാഴി അരിയും നെല്ലൊക്കെ വെച്ച് ആ ഗണപതി ഭഗവാനെ കൂടി നമുക്ക് ഈ സമയത്ത് നിവേദ്യം പോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം പൊങ്കാല എന്ന് പറയുന്നത് ഒരു ആത്മസമർപ്പണമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിരവധി പുണ്യം നേടിത്തരുന്ന ഈ ചടങ്ങ് ഇത്രയേറെ ജനങ്ങളെ ആകർഷിക്കാനും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ, അമ്മമാരെയൊക്കെ ആകർഷിക്കാനും ഉള്ള കാരണം നമ്മുടെ ആഗ്രഹ സാഫല്യം ഉടൻ തന്നെ അമ്മ തീർത്ത് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരും, അല്ലെങ്കിൽ അമ്മ അനുഗ്രഹിക്കും എന്നതാണ് ഇത്രയേറെ ആളുകളെ ആകർഷിക്കാനുള്ള കാരണം. അതുതന്നെയാണ് ആ അമ്മയുടെ അഭീഷ്ട വരദായിനിയായി അമ്മ അറിയപ്പെടുന്നതും. പൊങ്കാല സമർപ്പണത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ഒന്ന് നോക്കാം. ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്, അതായത് കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട പണ്ടുകാലങ്ങളിലൊക്കെ നമുക്ക് മാതൃദൈവാരാധന നിലനിന്നിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ കൊയ്ത്തുത്സവങ്ങളൊക്കെ നിലനിന്നിരുന്നു. അപ്പം അങ്ങനെ മകരക്കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നെല്ലെല്ലാം അരിയാക്കി ആ ആദ്യത്തെ അരി, പുതുനെല്ല് അല്ലെങ്കിൽ പുതിയ അരി ഭഗവതിക്ക് സമർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹം നേടുക എന്നൊരു ചടങ്ങ് നിലനിന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് നമ്മൾ ഈ പൊങ്കാല സമർപ്പണം ആരംഭിച്ചത് എന്നും നമുക്ക് കരുതാം. തങ്ങളുടെ ദേശദൈവത്തിന് തങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ഊട്ടുക എന്നൊരു ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭഗവതി ക്ഷേത്രങ്ങളിലെ ഒരുവിധം ഭദ്രകാളി അല്ലെങ്കിൽ മറ്റ് ദേവീ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ പൊങ്കാല സമർപ്പണം നടന്നിരുന്നു. ആ ദൈവത്തെ തങ്ങളുടെ കൈകൾ കൊണ്ട് ഊട്ടി പ്രസാദിപ്പിക്കുക എന്നതായിരുന്നു ഇത് പല ദിക്കിലും ഇന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട് എങ്കിലും പല ഭാഗങ്ങളും ഇതിൻ്റെ തുടർച്ചയായിട്ട്, പ്രത്യേകിച്ച് പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മൾ ഈ ദേവി പ്രസാദത്തിനായി പൊങ്കാല സമർപ്പണമൊക്കെ നടത്താറുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ ചൊവ്വായ എന്ന പേരിലൊക്കെ പല ദേവീക്ഷേത്രങ്ങളിലും ഇത് നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പലയിടങ്ങളിലും നടത്തുന്ന കുമ്മാട്ടി, അതുപോലെ വേല, പ്രതിഷ്ഠാദിനം, ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നിടത്ത്, അതായത് ഉത്സവം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലെല്ലാം പൊങ്കാല സമർപ്പിക്കാറുണ്ട്. വളരെ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ്, ആ ഭക്തി ഭാവത്തോടു കൂടിയാണ് നമ്മൾ ഈ പൊങ്കാല സമർപ്പണം നടത്തേണ്ടത്. പലയിടങ്ങളിലും സ്ത്രീകൾ ചിലപ്പോൾ തനിച്ച് തന്നെ ഈ പൊങ്കാല സമർപ്പണം നടത്താറുണ്ട്. ചില ക്ഷേത്രങ്ങളിലൊക്കെ പൂജാരികൾ, പുരോഹിതർ, വെളിച്ചപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തോടു കൂടിയും ഈ പൊങ്കാല സമർപ്പണം നടക്കാറുണ്ട്. പൊങ്കാല സമർപ്പണവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഐതിഹ്യങ്ങൾ കൂടിയുണ്ട്. അതെന്താണ് എന്ന് നോക്കാം. അത് കണ്ണകി ദേവിയുമായി ബന്ധപ്പെട്ടതാണ്. തൻ്റെ ഭർത്താവിനെ അകാരണമായി വധിച്ച ആ പാണ്ഡ്യരാജാവിനെ വധിച്ച് മധുര നഗരം മുഴുവൻ ചുട്ടരിച്ച് കോപിഷ്ഠയായ ആ കണ്ണകി ദേവി എന്ന് പറയുന്നത് പാർവതീ ദേവിയുടെ അംശമായാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ദേവി കൊടുങ്ങല്ലൂർക്ക് പോകുന്ന യാത്രാമധ്യേ ആറ്റുകാലിൽ വെച്ച് ആ ദേവിയെ കണ്ടുമുട്ടിയ അവിടുത്തെ ജനങ്ങളെല്ലാം കൂടി ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി പൊങ്കാല സമർപ്പിച്ച് ദേവിയെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം പറയുന്നത്. പിന്നെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ആറ്റുകാലിലെ മുല്ലയ്ക്കൽ തറവാട്ടിലെ കാരണവർക്ക് ഒരു ആറ്റുകാൽ അല്ലെങ്കിൽ കിള്ളിയാറ്റിൻ്റെ തീരത്ത് വെച്ച് ഒരു ബാലിക, അതായത് ദേവിയുടെ തന്നെ ഒരു അവതാരമായ ആ ബാലികയെ കണ്ടുമുട്ടിയെന്നും ആ ദേവി തൻ്റെ തൃശൂലം വെക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്ന് നിർദ്ദേശിച്ചുവെന്നും അങ്ങനെയാണ് ആറ്റുകാലിൽ ദേവിയുടെ പ്രതിഷ്ഠ നടത്തി എന്നും ഒരു ഐതിഹ്യമുണ്ട്. അതുപോലെ തന്നെ മഹിഷാസുര മർദ്ദനം നടത്തിയ ദേവി, ആ കാളിയെ എല്ലാവരും കൂടി പൊങ്കാല സമർപ്പിച്ച് അവിടെ പൊങ്കാല സമർപ്പണം നടത്തി ദേവിയെ പ്രതിഷ്ഠിച്ചു എന്ന ഒരു ഐതിഹ്യവും പറയുന്നുണ്ട്. ഈ തമിഴിലെ
ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ട തോറ്റം പാട്ടുകളുണ്ട്. അതിൽ ആ തോറ്റം പാട്ടുകളിലെ ആറ്റുകാലമ്മയുടെ ആ തോറ്റം പാട്ടുകളിൽ ഈ കണ്ണകി പാണ്ഡ്യരാജാവിനെയൊക്കെ വധിച്ച് ആ ശിരസ് പരമശിവന്റെ കൈലാസത്തിൽ പോയി പരമശിവന് സമർപ്പിച്ചുവെന്നും അതിനുശേഷമാണ് ആറ്റുകാലിലൂടെ നടന്നു വന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ആ ഉഗ്രരൂപിയായ ആ അമ്മയെ ആശ്വസിപ്പിക്കുന്നതിന് ഏറ്റവും ഉചിതമായ മാർഗമായിട്ട് നമ്മളെ പൊങ്കാല സമർപ്പണം നടത്തുന്നു. വളരെ ഭക്തിയോടുകൂടി ഈ സമർപ്പണം നടത്തുന്നത് അമ്മയുടെ അനുഗ്രഹത്തിനും അതുപോലെ തന്നെ നമ്മളെ ഐശ്വര്യത്തിനും നമുക്ക് നമ്മുടെ ദുഃഖശമനത്തിനും ആ പഞ്ചപാതകങ്ങളിൽ നിന്നുള്ള മോചനത്തിനും ഒക്കെ വളരെ ഉചിതമാണ്. അപ്പം നമ്മൾ അന്നേ ദിവസം ഭക്തിയോടുകൂടി നമ്മളെ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അനന്തപുരിയിൽ അന്ന് ജനലക്ഷങ്ങളാണ് ഈ പൊങ്കാല സമർപ്പിക്കുന്നതിനും അമ്മയെ ഒരു നോക്ക് കാണുന്നതിനുമായി അവിടെ എത്തിച്ചേരുന്നത്. അതിലെല്ലാം നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അത് അതീവ പുണ്യം തന്നെയാണ്. ഇനി അതിനൊക്കെ പങ്കെടുക്കാൻ കഴിയാത്തവർ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്കും പൊങ്കാല സമർപ്പണം നടത്താവുന്നതാണ്. നമുക്ക് നമ്മുടെ വീടിന് പുറത്ത് അടുപ്പ് കൂട്ടി വളരെ ശുദ്ധിയോടുകൂടി വ്രതശുദ്ധിയോടുകൂടി നമുക്ക് പൊങ്കാല സമർപ്പണം നടത്താം. ഇനി പുറത്തടുപ്പ് കൂട്ടാനുള്ള സൗകര്യമൊന്നുമില്ല, ഫ്ലാറ്റുകളാണെങ്കിൽ കൂടി നമുക്ക് വളരെ ശുദ്ധിയോടുകൂടി നമ്മുടെ അടുക്കളയും സ്റ്റൗവും എല്ലാം ശുദ്ധീകരിച്ച് പുതിയ മൺകലത്തിൽ അരി, ശർക്കര, തേങ്ങ എന്നിവയോടുകൂടി പൊങ്കാല സമർപ്പിക്കാം. അപ്പം അന്നേ ദിവസം ആറ്റുകാലിലെ ആ പണ്ടാര അടുപ്പിൽ നിന്നും അഗ്നി പകർന്ന് അവിടെ പൊങ്കാല ആരംഭിക്കുന്ന അതേ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നും ആ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് മനസ്സങ്കല്പത്തോടുകൂടി പ്രാർത്ഥിച്ച് പൊങ്കാല സമർപ്പണം നടത്താവുന്നതാണ്. ആ സമർപ്പണം നടത്തുന്ന അത്രയും സമയം നമ്മൾ ആ പൊങ്കാല ആ അരി തിളച്ച് പറയുന്നത് അത്രയും സമയം നമ്മൾ ആ ദേവി ഭജന നടത്തേണ്ടതാണ്. അമ്മേ നാരായണ, ദേവി നാരായണ എന്നുള്ള മന്ത്രോച്ചാരണങ്ങൾ നമുക്ക് ചൊല്ലാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ലളിതാ സഹസ്രനാമം നമുക്ക് ആലപിക്കാവുന്നതാണ്. ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലുമ്പോഴെല്ലാം വളരെ ഭക്തിയോടുകൂടി ചൊല്ലേണ്ടതാണ്. അപ്പോൾ ആ സിന്ദൂരാരണ വിഗ്രഹം ത്രിനയനം എന്നുള്ള ആ ദേവിയുടെ ലളിതാ സഹസ്രനാമങ്ങൾ ചൊല്ലാം, ദേവി കീർത്തനങ്ങൾ ചൊല്ലാം, അല്ലെങ്കിൽ സർവമംഗളമംഗല്യേ എന്നുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടാണ് നമ്മൾ ഈ പൊങ്കാല നമ്മൾ അവിടെ വെച്ച് സമർപ്പിക്കുകയാണെങ്കിലും വീട്ടിൽ വെച്ച് സമർപ്പിക്കുകയാണെങ്കിലും നമ്മൾ ചൊല്ലേണ്ടത്. അത്രയധികം ഭക്തിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി നമ്മൾ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ അതിൻ്റേതായ ബലവും ഗുണവും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹ സാഫല്യവും നടക്കും എന്നതിൽ സംശയമില്ല. ഇനി നമ്മൾ ഈ നിവേദ്യം നമ്മൾ ദേവിക്ക് സമർപ്പിക്കുകയാണ്. അതായത് മംഗമാരുടെ മനസ്സിലുള്ളതായ ആ തിളച്ചു മറയുന്നത്, അതായത് നമ്മുടെ ദേഷ്യമോ സങ്കടമോ എല്ലാം പൊങ്ങിപ്പോയി അത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ ദുഃഖവും ഇല്ലാതാകും. അമ്മ അതെല്ലാം ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അത്ര ഭക്തിയോടുകൂടി നമ്മൾ അത് ആചരിക്കുമ്പോൾ അപ്പം അമ്മയുടെ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ലഭിക്കും എന്നത് തീർച്ചയാണ്. അങ്ങനെ അതോടുകൂടി പിന്നെ അവിടെ നിന്നുള്ള പൂജാരി തീർത്ഥം തെളിക്കുന്നതോടുകൂടി അവസാനിക്കും എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് നമുക്ക് പൊങ്കാല സമർപ്പണം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ പ്രസാദം, അപ്പോൾ അത് നമ്മളെ വെച്ച് കഴിഞ്ഞ് ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പ്രസാദമാണ്. ഈ പ്രസാദം നമ്മൾ എല്ലാവരും കുടുംബത്തോടൊപ്പം ഇരുന്ന് ദേവി പ്രസാദമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുക, കുപ്പയിൽ തള്ളുക, അല്ലെങ്കിൽ മൃഗങ്ങൾ അത് കഴിക്കാനിടവരിക, ഇതൊക്കെ അങ്ങനെയൊന്നും വരാൻ പാടുള്ളതല്ല. അത് വളരെ ശുദ്ധിയോടുകൂടി വേണം ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് അഥവാ അത് ബാക്കി വന്നു കഴിഞ്ഞാൽ പുറത്ത് അശുദ്ധിയുള്ള സ്ഥലത്തൊക്കെ അത് വലിച്ചെറിയാതെ മൃഗങ്ങൾ ഭക്ഷിക്കാതെ നമ്മൾ അത് ശരിയായ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ തെങ്ങിൻ്റെയോ അങ്ങനെയുള്ള ശുദ്ധിയുള്ള സ്ഥലത്ത് അത് നമുക്ക് മണ്ണിൽ നിക്ഷേപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ വിപരീത ബലം ഉണ്ടായിരിക്കും. കാരണം അമ്മയുടെ നിവേദ്യമാണ്, നമ്മൾ സമർപ്പിച്ച നിവേദ്യമാണ്. പരമാവധി നമ്മളത് എല്ലാവരും ചേർന്ന് കഴിക്കുകയാണ് വേണ്ടത്. അപ്പം ഇങ്ങനെ അന്നേ ദിവസം വളരെ ഭക്തിയോടുകൂടി എല്ലാവരും പറ്റുന്ന എല്ലാവരും തന്നെ ആറ്റുകാലിലെത്തി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തുക, പ്രാർത്ഥിക്കുക, മന്ത്രങ്ങൾ ചൊല്ലുക. അമ്മയുടെ പാതാരവിന്ദങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് അന്നേ ദിവസം നമ്മൾ ഉപവസിക്കേണ്ടതാണ്. ആ പൊങ്കാല സമർപ്പണം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അന്ന് ആഹാരം കഴിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം.
അത് നമുക്ക് അവിടെ പോയി ചെയ്യാം. അല്ലാത്തവർക്ക് വീട്ടിലിരുന്നിട്ടും വളരെ നല്ല രീതിയിൽ നമുക്ക് പൊങ്കാല സമർപ്പണം നടത്താം. അങ്ങനെ പൊങ്കാല സമർപ്പണം നടത്തി ദേവിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് ഒരു വർഷത്തേക്ക് മാത്രമല്ല ഈ അനുഗ്രഹം, തുടർന്നും നമ്മൾ അമ്മയുടെ കീർത്തനങ്ങളും അതുപോലെ തന്നെ മന്ത്രങ്ങളും ഉച്ചരിച്ചുകൊണ്ട് അടുത്ത വർഷം പൊങ്കാല സമർപ്പിക്കുന്നത് വരെ നമുക്ക് ആ ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തിനും അല്ലെങ്കിൽ ആറ്റുകാലമ്മയുടെ ഭജനയുമായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഈ പൊങ്കാല സമർപ്പണം ദേവിയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഇത് സമർപ്പിക്കുന്ന എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.